അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു ആഡംബര ക്രൂയിസ് കപ്പലിൽ പടർന്ന ദുരൂഹ രോഗബാധ മൂലം 3 യാത്രക്കാരുടെ മരണം റിപ്പോർട്ട് ചെയ്ത സംഭവം ആഗോള ആരോഗ്യരംഗത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഹോണ്ടിയസ് എന്ന പേരിലുള്ള ഈ കപ്പൽ അർജന്റീനയിലെ ഉഷുവായിൽ നിന്ന് പശ്ചിമാഫ്രിക്കൻ ദ്വീപരാഷ്ട്രമായ കേപ്പ് വെർഡയിലേക്കുള്ള യാത്രയിലാണുണ്ടായിരുന്നത്. മരണങ്ങൾക്ക് പിന്നിൽ എലികളിലൂടെ പകരുന്ന അപൂർവവും അപകടകരവുമായ ഹാൻഡ വൈറസ് ആണെന്ന സംശയം ശക്തമായിരിക്കെ സംഭവം ലോക ആരോഗ്യ സംഘടനയും അന്താരാഷ്ട്ര ആരോഗ്യ വിദഗ്ധരും അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ്. കപ്പലിലുണ്ടായ ഈ ദുരന്തം ഒരു സാധാരണ രോഗവ്യാപനം എന്നതിലുപരി നിയന്ത്രിതമായ സാഹചര്യത്തിൽ പോലും എത്ര വേഗത്തിൽ ഒരു വൈറസ് പടരാനാകുമെന്ന് കാണിക്കുന്ന ഉദാഹരണമായി മാറിയിരിക്കുകയാണ്. നിലവിൽ കപ്പൽ കേപ്പ് വെർഡയുടെ തലസ്ഥാനമായ പ്രായക്കടുത്ത് നങ്കൂരമിട്ടിരിക്കുകയാണ്. 149 യാത്രക്കാരും ജീവനക്കാരും കപ്പലിലുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇവരിൽ 17 പേർ അമേരിക്കൻ പൗരന്മാരാണ്. രോഗവ്യാപന ഭീഷണി നിലനിൽക്കുന്നതിനാൽ ആരെയും കരയിറങ്ങാൻ അനുവദിച്ചിട്ടില്ല. ഹാൻഡ വൈറസ് എന്നത് എലികളിലൂടെ പകരുന്ന വൈറസുകളുടെ ഒരു കൂട്ടമാണെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു. എലികളുടെ മൂത്രം, മലം, ഉമിനീർ എന്നിവയിൽ നിന്നുള്ള സൂക്ഷ്മ കണികകൾ വായുവിൽ കലർന്നപ്പോൾ അവ ശ്വസിക്കുന്നതിലൂടെയാണ് മനുഷ്യരിൽ രോഗം പകരുന്നത്. പ്രത്യേകിച്ച് അടച്ചിടങ്ങൾ, പഴകിയ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ വൃത്തിയാക്കാത്ത ഇടങ്ങൾ എന്നിവയിൽ ഈ വൈറസ് പകരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ ഒരു ആഡംബര ക്രൂയിസ് കപ്പലിൽ ഇത്തരമൊരു വൈറസ് പടർന്നത് ആരോഗ്യ വിദഗ്ധരെ ആശങ്കപ്പെടുത്തുകയാണ്. ഹാൻഡ വൈറസ് മനുഷ്യരിൽ പ്രധാനമായും 2 തരത്തിലുള്ള ഗുരുതര രോഗാവസ്ഥകൾക്ക് കാരണമാകുന്നു. യൂറോപ്പിലും ഏഷ്യയിലും കൂടുതലായി കാണപ്പെടുന്ന HFRS വൃക്കകളെ ബാധിച്ച് ആന്തരിക രക്തസ്രാവത്തിനും വൃക്ക തകരാറിനും കാരണമാകാം. അതേസമയം അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന HPS ശ്വാസകോശത്തെ ബാധിച്ച് ഗുരുതര ശ്വാസതടസ്സത്തിനും മരണത്തിനും ഇടയാകുന്നു. HPS രോഗാവസ്ഥയിൽ മരണനിരക്ക് 40% വരെ ഉയരാമെന്നതാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. കപ്പലിൽ റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ ഒരു രോഗബാധ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും 5 പേർ കൂടി നിരീക്ഷണത്തിലാണ്. രോഗബാധിതരായവരിൽ തുടക്കത്തിൽ പനി, ക്ഷീണം, പേശീവേദന തുടങ്ങിയ സാധാരണ ലക്ഷണങ്ങൾ കണ്ടതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ പിന്നീട് ചിലരിൽ ശ്വാസകോശ സംബന്ധമായ ഗുരുതര പ്രശ്നങ്ങൾ വികസിച്ചതോടെ അവസ്ഥ ഗുരുതരമായി. ഈ രോഗം കപ്പലിൽ എങ്ങനെ പടർന്നു എന്നത് ഇപ്പോഴും വ്യക്തമല്ല. കപ്പലിൽ എലികളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കാമെന്നോ അല്ലെങ്കിൽ യാത്രക്കാർ അർജന്റീനയിലെ തുറമുഖത്ത് കയറിയപ്പോൾ തന്നെ വൈറസ് ബാധിച്ചിരിക്കാമെന്നോ വിദഗ്ധർ സംശയിക്കുന്നു. എപ്പിഡമിയോളജിസ്റ്റായ ഡോക്ടർ ഷാർലറ്റ് ഹാമർ ഉൾപ്പെടെയുള്ള വിദഗ്ധർ ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയാണ്. ഹാൻഡ വൈറസ് സാധാരണയായി മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാറില്ല എന്നതാണ് ആശ്വാസകരമായ ഒരു കാര്യം. എന്നാൽ തെക്കേ അമേരിക്കയിൽ കണ്ടുവരുന്ന ആൻഡീസ് സ്ട്രെയിൻ എന്ന വകഭേദം അപൂർവമായി മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ കപ്പലിൽ കണ്ടെത്തിയ വൈറസിന്റെ വകഭേദം നിർണ്ണയിക്കുന്നത് നിർണായകമാണ്. ഇപ്പോൾ വരെ ഹാൻഡ വൈറസിനായി പ്രത്യേകമായ മരുന്നോ വാക്സിനോ ലഭ്യമല്ല. രോഗലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി ചികിത്സ നൽകുന്നതാണ് നിലവിലെ രീതി. ഓക്സിജൻ സപ്പോർട്ട്, ദ്രാവക നിയന്ത്രണം, ICU പരിചരണം എന്നിവയാണ് പ്രധാന ചികിത്സകൾ. അതിനാൽ തന്നെ പ്രതിരോധമാണ് ഏറ്റവും പ്രധാന മാർഗമെന്ന് ആരോഗ്യ വിദഗ്ധർ ആവർത്തിച്ചു പറയുന്നു. എലികളുമായി സമ്പർക്കം ഒഴിവാക്കുക, ഭക്ഷണം സുരക്ഷിതമായി സൂക്ഷിക്കുക, മാലിന്യങ്ങൾ ശരിയായി സംസ്കരിക്കുക, വൃത്തിയാക്കുമ്പോൾ മാസ്കും കയറുകളും ഉപയോഗിക്കുക എന്നിവ പ്രധാന മുൻകരുതലുകളാണ്. പ്രത്യേകിച്ച് എലിക്കാഷ്ടം കാണുന്ന ഇടങ്ങൾ വൃത്തിയാക്കുമ്പോൾ ബ്ലീച്ചിംഗ് ലായനി ഉപയോഗിച്ച് അണുവിമുക്തമാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കേപ്പ് വെർഡെ ആരോഗ്യ മന്ത്രാലയം കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കപ്പലിലുള്ള യാത്രക്കാരെ കരയിറങ്ങാൻ അനുവദിക്കാത്തത് വൈറസ് വ്യാപനം തടയാനുള്ള മുൻകരുതലാണ്. അതേസമയം പ്രാദേശിക ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ കപ്പലിലെത്തിയിട്ട് യാത്രക്കാരുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ചു വരികയാണ്. വെന്റിലേഷൻ സംവിധാനങ്ങൾ, അടുക്കളകൾ, താമസമുറികൾ എന്നിവയെല്ലാം വിശദമായ പരിശോധനയ്ക്കും ശുചീകരണത്തിനും വിധേയമാക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഹോളിവുഡ് നടൻ ജീൻ ഹാക്മാന്റെ ഭാര്യ ബെറ്റ്സി അരക്കാവ ഹാൻഡ വൈറസ് ബാധിച്ചു മരിച്ചതും ഈ വൈറസിന്റെ അപകടസാധ്യതയെ വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവന്നിരുന്നു. ചൈന, അമേരിക്ക എന്നിവിടങ്ങളിൽ ഓരോ വർഷവും ആയിരക്കണക്കിന് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നും ശ്രദ്ധേയമാണ്. ഈ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ ആരോഗ്യ ജാഗ്രത കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്നു. നിയന്ത്രിതമായൊരു കപ്പലിൽ പോലും ഇത്തരമൊരു വൈറസ് പടർന്നത് ഭാവിയിൽ കൂടുതൽ ശക്തമായ ആരോഗ്യ നിരീക്ഷണ സംവിധാനങ്ങൾ ആവശ്യമാണെന്ന് വ്യക്തമാക്കുന്നു. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടുക, വ്യക്തിഗത ശുചിത്വം പാലിക്കുക എന്നിവയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് ആരോഗ്യ മന്ത്രാലയങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. മൊത്തത്തിൽ ഹോണ്ടിയസ് കപ്പലിൽ നടന്ന ഈ സംഭവം ഒരു ആരോഗ്യ മുന്നറിയിപ്പായി മാറിയിരിക്കുകയാണ്. വൈറസിന്റെ ഉറവിടം കണ്ടെത്താനും വ്യാപനം നിയന്ത്രിക്കാനും അന്താരാഷ്ട്ര വിദഗ്ധ സംഘം തുടർച്ചയായി പ്രവർത്തിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു.